വെൽക്കം ബാക്ക് ടു കുഞ്ചൂസ് ഡ്രീം വേൾഡ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളെ ബിഗ് ബഡ്ജറ്റ് ഷോപ്പിംഗ് ആണ്. അപ്പം നിങ്ങൾ വിജയിക്കും എന്തോ ഇവര് സ്വർണ്ണ കട്ടിയേറ്റം വാങ്ങാൻ പോകുന്നത്. ഞാൻ കുഞ്ചൂസും ഒരുമിച്ചുള്ള ലാസ്റ്റ് ബ്ലോഗ് ആയിരിക്കും ഇത്. ഐ മീൻസ് അല്ല ലാസ്റ്റ് അല്ല ഇനി 2 വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ഉണ്ടാവുക. അല്ല ലാസ്റ്റ് അല്ല, ഇനി ഇതിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നത് അത് ഇതെല്ലാം വ്ളോഗിൽ ഉണ്ടാവും. അപ്പം നമ്മൾ ഷോപ്പിംഗ് ചെയ്യാൻ പോകും. അപ്പം ഇന്നത്തെ ഷോപ്പിംഗ് എന്താന്ന് വെച്ചാൽ ഇവിടുന്ന് അങ്ങോട്ട് പറയാണ്. അപ്പം എന്താന്ന് വെച്ചാല് നമ്മള് ഏട്ടന് കൊണ്ടുപോകാൻ വേണ്ട സാധനങ്ങളും എല്ലാ ഏറ്റവും സെറ്റ് കാര്യങ്ങളും നമ്മൾ ഇന്ന് പർച്ചേസിന് പോവാണ്. ഞാൻ നല്ല ഇതായിട്ട് ഒരു 1.5 ലക്ഷം പൊളിക്കാനുള്ള ചുമ്മാ അറിയുന്നതാണ്. അപ്പം നമ്മൾ ഷോപ്പിങ്ങിന് പോവാണ്. അപ്പം നമ്മളെ ആ ഷോപ്പിംഗ് വീഡിയോ വ്ളോഗാണിത്. അപ്പം നമ്മൾ നേരെ വീഡിയോയിലേക്ക് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ വഴിയെ പറയാം. യെസ്, ഓക്കെ ശരി. അപ്പോൾ ഗൈസ് നമ്മൾ ഇരിട്ടി ടൗണിൽ നിൽക്കലാണ്. അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചുതരാം. ഞാൻ അതിവിദഗ്ധമായി അതിഗംഭീരമായി പ്ലാൻ ചെയ്തൊരു ചെറിയൊരു ലിസ്റ്റ് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. സുഹൃത്താല തിരിഞ്ഞു ഇങ്ങനെയാണ്. ഇവിടുന്ന് മുതൽ ഇവിടം വരെയുള്ള ഐറ്റംസാണ് നമുക്ക് വാങ്ങേണ്ടത്. അപ്പം നമ്മൾ ഇതിൽ ഓരോന്ന് ടിക്ക് ഇട്ടിട്ട് വാങ്ങാൻ പോവാണ്. അപ്പം നമ്മൾ ഫസ്റ്റ് വാങ്ങാൻ പോകുന്നത് ബാഗാണ്. ഏട്ടന് വേണ്ട ട്രോളി ബാഗ്, കൊണ്ടുപോകേണ്ട ട്രോളി ബാഗാണ് ഫസ്റ്റ് വാങ്ങാൻ പോകുന്നത്. അപ്പം അത് കാണാൻ പോകാം. അപ്പം ഇത് നമ്മൾ ട്രോളി ബാഗുകൾ ഇങ്ങനെ ഓരോന്ന് നോക്കിയിട്ട് ഈ ട്രോളി ബാഗ് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് അതിൻ്റെ ഒരു സ്ട്രക്ചറും കാണാനും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ രസത്തിലല്ല കാര്യം ഇരിക്കെ നമ്മളത് ഒഴിവാക്കി. കാരണം അതിന് എന്തോ ഇൻ്റർനാഷണൽ വാറണ്ടിയോ അങ്ങനെ എന്തോ ഇല്ലയെന്നാ പറഞ്ഞത്, ഡൊമസ്റ്റിക് വാറണ്ടി അങ്ങനെ എന്തോ പറഞ്ഞു കേട്ടോ. കാരണം എനിക്കത്ര വ്യക്തമായില്ലെങ്കിലും അത് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു സൈഡ് ബാഗ് നോക്കി കേട്ടോ. സൈഡ് ബാഗ് എന്തിനാണെന്ന് വെച്ചാൽ ഏട്ടൻ്റെ അത്യാവശ്യം കാര്യങ്ങൾ, മെഡിസിൻ, പാസ്പോർട്ട്, പിന്നെ ഫോണ്, ചാർജർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവർക്ക് ട്രോളി ബാഗിലേക്ക് വെക്കുന്നതിനെക്കാട്ടും നല്ലത് ഇങ്ങനെ സൈഡ് ബാഗിൽ വെക്കണം. അങ്ങനെ ഒരു സൈഡ് ബാഗും കൂടെ നമ്മൾ നോക്കി കേട്ടോ. അങ്ങനെ ഈ ഒരു ബാഗാണ് കേട്ടോ നമ്മൾ സെലക്ട് ചെയ്തത്. ഈ ഒരു ട്രോളിയും ഈ ഒരു സൈഡ് ബാഗും കൂടെ നമ്മൾ സെലക്ട് ചെയ്തു. അപ്പം നമ്മൾ ഫസ്റ്റ് ലിസ്റ്റിൽ കാര്യം നടന്നു. അപ്പോൾ ഗൈസ് നമ്മൾ ബാഗ് വാങ്ങി, ട്രോളി ബാഗും ഒരു കുഞ്ഞു ബാഗും കൂടെ വാങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകാം. അതെന്നാ പ്ലാൻ എന്നില്ല, ഒരു കണ്ടില്ല ലിസ്റ്റ്. അപ്പോൾ വലിയൊരു ലിസ്റ്റ് ഉണ്ടാവും. അപ്പം നമ്മൾ ഭയങ്കര എന്നാ അടുത്തേക്ക് പോകുന്നേട്ടാ ആലോചിച്ചിട്ട് നമ്മളൊരു തീരുമാനമാക്കി. ഇപ്പൊ തന്നെ സമയം 1:35. നമ്മൾ ഇന്ന് രാത്രി വരെ നമ്മൾ പോയിരിക്കും ഇവിടുന്ന്. അത് നമുക്ക് അടുത്ത കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത പ്ലാനിങ് ഡ്രസ്സ് എടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മള് സൂര്യ സിൽക്സിന്റെ മുമ്പിൽ വന്നിട്ടുള്ളേ. നമുക്ക് ഡ്രസ്സ് എടുക്കാം അല്ലേ. അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് തന്നെ പോയത് ഷർട്ട്സിൻ്റെ സെക്ഷനിലേക്കായിരുന്നു കേട്ടോ. അവിടെ പോയിട്ട് കുറച്ച് ഷർട്ടൊക്കെ ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ വിചാരിച്ചു നമ്മൾ കയ്യിൽ തന്നെ കുറച്ച് നല്ല പുതിയ കുറച്ച് ഷർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ടുപോയാൽ മതി. കാരണം ഇവർക്ക് അവിടെ യൂണിഫോമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ വിചാരിച്ചു അത്യാവശ്യം പോകുമ്പോൾ ഇടാനുള്ള ഒരു ഡ്രസ്സും പിന്നെ കുറച്ച് ജീൻസും പാൻറ്റും പിന്നെ സാധാ നോർമൽ നൈറ്റ് ഡ്രസ്സും കാര്യങ്ങളും പിന്നെ സെക്ടറാണ് കേട്ടോ. സെക്ടർ മസ്റ്റായിട്ട് അവർക്ക് വേണം. കാരണം അവിടെ ഭയങ്കര തണുപ്പാണ്. അപ്പം അങ്ങനെ കുറേ സംഭവങ്ങൾ വാങ്ങിച്ചു. പിന്നെ ഇത്രയും സാധനങ്ങൾ നമ്മൾ ബില്ല് ചെയ്തിട്ട് നേരെ നമ്മൾ ട്രോളി ബാഗൊക്കെ വാങ്ങിയ സ്ഥലത്ത് അവിടെ കൊണ്ടുവച്ചേട്ടെ. കാരണം ഇതൊക്കെ നമുക്ക് ക്യാരി ചെയ്ത് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് നേരെ നമ്മൾ അതവിടെ വെച്ചിട്ട് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയേട്ടാ. നമ്മൾ തൗഫീഖ് ഹോട്ടലിൽ ബിരിയാണി തിന്നാനാണ് പോയത്. ഏട്ടനൊരു ചിക്കൻ ബിരിയാണി തന്നെ ഞാനൊരു സിംഗിളും ഏട്ടനൊരു ഫുള്ളും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. സാലഡും അച്ചാറും ഒക്കെ വന്നു. നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു. പക്ഷെ നമുക്ക് 4 മണിയായിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കുമ്പം നല്ല ഗ്യാസൊക്കെ കയറി ഫുഡൊന്നും കഴിക്കാൻ നമുക്ക് പറ്റില്ല. എങ്കിലും നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയതല്ലേ എന്ന് വെച്ചിട്ട് കുറച്ചൊക്കെ ഇങ്ങനെ തിന്നു. എന്നിട്ട് ബാക്കി അവിടെ വെച്ചിട്ടിങ് വന്നു കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ ബിരിയാണിയൊക്കെ തിന്ന് ഇപ്പം സമയം 4 മണിയായിട്ടാണ്. നമ്മൾ ഒരു 60% ആയിട്ടില്ല, ഒരു 40% ആയിട്ടുള്ളൂ. മീൻസ് ചേട്ടൻ്റെ ഡ്രസ്സ് മാത്രമേ ആയിട്ടുള്ളൂ. ബാക്കി ഇനി എല്ലാം കിടക്കുന്നുണ്ട്. അപ്പോൾ നേരെ ഇനി അടുത്തത് ഞാൻ കാണിച്ചു തരാം കേട്ടോ.
പിന്നെ നമ്മൾ നേരെ പോയത് ഷൂ വാങ്ങാനാണ് കേട്ടോ. ഏട്ടന് അവിടെ യൂണിഫോമിൻ്റെ തന്നെ ബ്ലാക്ക് എക്സിക്യൂട്ടീവ് ഷൂ വേണം. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു കടയിൽ പോയി. അപ്പോൾ അവിടുന്ന് ഏട്ടൻ എന്തോ മനസ്സിലൊരു പ്ലാൻ കണ്ടുവച്ചിട്ടാണ് കേട്ടോ വന്നത്. എന്തോ ഒരു ഒഴുക്കുള്ളൊരു ടൈപ്പ്, മറ്റേ രാജാവിൻ്റെ പോലത്തെ എല്ലാം തോന്നുന്നു. അത് പറഞ്ഞുതരാണ് ചിരിച്ചതാട്ടോ. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ അവിടുന്ന് കിട്ടിയിട്ടില്ല. പിന്നെ നേരെ നമ്മൾ പോയത് നമ്മൾ ഇമ്മാനുവൽ സിൽക്സൊക്കെ തുടങ്ങിയിട്ടില്ല, അതിൻ്റെ താഴെയുള്ള ആ ഒരു ഷൂ മാർട്ടിലേക്കാണ് കേട്ടോ. പേര് എനിക്ക് ഓർമ്മയില്ല. അവിടത്തേക്കാണ്. അവിടെ അത്യാവശ്യം നല്ല കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കിട്ടിയ അവസരത്തിന് മുതലാക്കുകയാണ്. 1.5 മണിക്കൂറത്തെ പ്രയത്നത്തിനൊടുവിൽ ഏട്ടനൊരു ഷൂ കണ്ടെത്തിയിരിക്കുകയാണ് ഗായ്സ്. അതെ ഗൈസ്, 1.5 അല്ല, ഒരു 2.5-3 മണിക്കൂറോളത്തോളം നമ്മൾ ഷൂ പരതാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവസാനം ഏട്ടൻ്റെ മനസ്സിന് ആഗ്രഹിച്ച പോലെ തന്നെ ഒരു ഷൂ നമുക്ക് അവിടുന്ന് കിട്ടിയാട്ടാ. അങ്ങനെ നമ്മൾ അവിടുന്ന് ഷൂ ഒക്കെ വാങ്ങി ബില്ലൊക്കെ കൊടുത്ത് നമ്മൾ ലാസ്റ്റ് ഒരു ബെൽറ്റ് നോക്കാമെന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നോക്കിയാട്ടാ. നമ്മൾ ജ്യൂസ് കുടിക്കാൻ വന്നിട്ടാണ്. ഇന്ന് ഫുൾ ചെലവാണ് ഗായ്സ്, മൊത്തത്തിൽ ചെലവാണ്, എല്ലാം പൊടിഞ്ഞ്. പക്ഷെ നമ്മളൊന്നും വാങ്ങിയിട്ടില്ല. ഇനിയും നമ്മൾ എന്തൊക്കെ വാങ്ങാനുണ്ടെന്ന് അറിയാവും. അപ്പം നമ്മൾ വാങ്ങിച്ചത് ഒരു ചിക്കു ഷേക്കാണ് കേട്ടോ. ഏട്ടൻ പറഞ്ഞു ഏട്ടൻ്റെ വകയാണ് ചിക്കു ഷേക്ക്, എനിക്ക് വേറെയാണെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു ഫസ്റ്റ് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം, എന്നിട്ട് ഏട്ടൻ കുടിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ കോപ്പിറൈറ്റ് കാരണം കേട്ടോ, ഞാൻ ഇപ്പോൾ വോയിസ് കൊടുക്കുന്നത് കാരണം പാട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പറയുന്നതൊക്കെ പാട്ടായിട്ട് മിക്സ് ചെയ്ത് കോപ്പിറൈറ്റ് വരുന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇതാക്കുന്നത്. അപ്പോൾ ഏട്ടൻ ഇത് കുടിച്ച് നോക്കുന്നുണ്ട്. ഒരു ചിക്കു ഷേക്ക് അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ വാങ്ങിച്ചത് മുന്തിരി ആയിരുന്നു കേട്ടോ. അപ്പോൾ മുന്തിരിനെക്കാളും കൂടുതൽ എനിക്കിഷ്ടമായത് ചിക്കു ആണ് കേട്ടോ. ചിക്കു അടിപൊളിയായിരുന്നു. അപ്പം മുന്തിരി പറഞ്ഞ ഏട്ടൻ നീ കുടിച്ച് അനക്ക് വേണ്ടെന്ന് പറഞ്ഞു. ഏട്ടനും ഇഷ്ടപ്പെട്ടില്ല, കാരണം മധുരം കുറവായിരുന്നു ഗൈസ്. അങ്ങനെ ഞാൻ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ അവിടുന്ന് സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് അടുത്തത് വാങ്ങിക്കാൻ വരാമെന്നാണ് കേട്ടോ. അപ്പോൾ സമയമൊക്കെ നോക്കുന്നുണ്ട്. ഇപ്പോൾ കോപ്പിറൈറ്റ് കാരണമാണ് ഞാൻ മ്യൂട്ട് ചെയ്തത്. എന്നിട്ട് നമ്മൾ നേരെ വന്നത് കുറച്ച് പാത്രങ്ങൾ വാങ്ങിക്കാനായിരുന്നു. അതായത് ഏട്ടനെ കൊണ്ടുപോകേണ്ട കുറച്ച് പാത്രങ്ങൾ. ശുഷ്കാന്തി വാങ്ങിക്കൂട്ടുക. അപ്പോൾ ഇത് ഗൈസ് നമ്മൾ സിറ്റിയിലാണ് കേട്ടോ വന്നിട്ടുള്ളത്, കല്ലുമുട്ടിയിലെ സിറ്റിയിൽ. അവിടുന്ന് ആദ്യം വാങ്ങിച്ചത് കുക്കറാണ് കേട്ടോ. ഞാൻ ലിസ്റ്റ് നോക്കി വാങ്ങിക്കുകയാണ്. വാങ്ങുന്നതിന് ഓരോ സാധനങ്ങൾ ടിക്ക് ഇടുന്നുണ്ട്. ഇത് ഞാൻ വാങ്ങിച്ചത് എന്തിനാണെന്ന് അറിയാം, ചോറ് വെച്ച് കഴിഞ്ഞിട്ട് വാർക്കാനൊന്നും അറിയില്ലല്ലോ. അപ്പം നേരെ അതിലേക്ക് ഒഴിച്ചാൽ ചോറാവുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ 2 ഗ്ലാസ് വാങ്ങിച്ചു, പാൻ വാങ്ങിച്ചു, ഫ്രൈ പാന്, തവ ഫാൻ അങ്ങനത്തെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സ്പൂണ് തപ്പലാട്ടോ. നോക്കുമ്പോൾ ഒന്നും നമുക്ക് കിട്ടിയില്ല. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ളത് ഞാൻ കൊടുത്തുവിടാന്ന് വെച്ചു. പിന്നെ ഏട്ടന് കൊണ്ടുപോകേണ്ട ലഞ്ച് ബോക്സ്, അതായത് ഓഫീസിൽ കൊണ്ടുപോകേണ്ട ലഞ്ച് ബോക്സ് വാങ്ങിച്ചു. പിന്നെ കുക്കർ വാങ്ങിച്ചു, പാൻ വാങ്ങിച്ചു. അപ്പോൾ എല്ലാം അതിൻ്റെ ഇടയ്ക്ക് ഓരോന്ന് ടിക്ക് ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ ഏട്ടന് കറി കൊണ്ടുപോകാനുള്ള ഒരു കറിപ്പാത്രം കൂടെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഓരോന്നായിട്ട് വാങ്ങിക്കുന്ന കൂട്ടത്തിൽ ഞാനിതാ ഈ ഒരു സാധനം കൂടെ വാങ്ങിച്ചേട്ടാ. കാരണം എനിക്ക് കേക്കൊക്കെ ആക്കാമല്ലോ, ഇങ്ങനെ ആകുമ്പോൾ വാങ്ങിക്കും. പിന്നെ ഏട്ടൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും വാങ്ങിച്ചു തരാൻ ആരും ഇല്ലല്ലോ, അയ്യോ. അപ്പോൾ ഇതും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്, ഓഫറിൽ കിട്ടിയതായിരുന്നു. അപ്പോൾ ഞാൻ ഇതും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. വാങ്ങിച്ചത് ഒരു ബന്ധേ ഉള്ളൂ, ഇന്നേ ദിവസം വരെ ഒന്നും ഞാൻ ഉണ്ടാക്കിയില്ല ഗൈസ്. അപ്പോൾ ഇത് പുതിയൊരു കേക്ക് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ അവർ എനിക്ക് പ്രവർത്തിച്ച് കാണിച്ചു തരാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിൽ. അങ്ങനെ അവരിതാക്കിയത്. അപ്പോൾ അതും കൂടെ വാങ്ങിച്ച് ഞങ്ങൾ പിന്നെ ചുറ്റി കറങ്ങി കേട്ടോ, എന്തൊക്കെയോ വാങ്ങിയത്. അങ്ങനെ പിറ്റേത് ദിവസമാണ് കേട്ടോ ഇത്. അപ്പോൾ ഏട്ടന് കൊണ്ടുപോകാം അത്യാവശ്യം മെഡിസിനും കാര്യങ്ങളൊക്കെ നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുപോകണം. അങ്ങനെ അതും വാങ്ങിച്ചു. പിന്നെ വാങ്ങിക്കാൻ പോയത് ഫുഡ് ഐറ്റംസ് ആണ് കേട്ടോ. ഏട്ടൻ അങ്ങ് കൊണ്ടുപോകാനുള്ള കുറേ ഫുഡ് ഐറ്റംസ്, വെളിച്ചെണ്ണ, ഓയിൽ, പഞ്ചസാര, ഉപ്പ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകണം. അവിടെ സെൽഫ് കുക്കിംഗ് ആണ് കേട്ടോ. അക്കോമഡേഷനാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്, സെൽഫ് കുക്കിംഗ് ആണ്. അവർക്ക് അതിൻ്റെ സാലറിയിൽ കൊടുക്കും കേട്ടോ. അതിനകം അങ്ങനെ സംഭവം. കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയത്തില്ല.
അറിയത്തില്ല. അങ്ങനെ എല്ലാ സാധനങ്ങളും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ഏട്ടന് വേണ്ട സാധനങ്ങളും ജീവിച്ച് പോകാൻ കുറേ മാഗിയൊക്കെ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ പോയത് കറി പൗഡർ വാങ്ങാനാട്ടോ. മുളക് പൊടി ഞാൻ മുളക് വാങ്ങിച്ച് പൊടിപ്പിക്കുകയായിരുന്നു ചെയ്തത്. പിന്നെ മല്ലിപ്പൊടി, പിന്നെന്താ വറുത്ത ചിക്കൻ മസാല, ഇങ്ങനത്തെ വാങ്ങിച്ചു. പിന്നെ ഇവിടുന്ന് ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങൊന്നും വാങ്ങിക്കാൻ വന്നതല്ല കേട്ടോ. ഇവിടുന്ന് നമ്മൾ സിപ്ലോ കവറില്ലേ അതും പിന്നെ മറ്റേ എന്താ പറയുക അങ്ങനത്തെ കുറേ അല്ലറ ചില്ലറ സാധനമൊക്കെ വാങ്ങിക്കാനാട്ടോ നമ്മൾ പോയത്. അങ്ങനെ ഇതൊക്കെ വാങ്ങിച്ചിട്ട് ഇതാണ് ലാസ്റ്റ് സ്റ്റേജ് ആട്ടെ. ഇപ്പോൾ ഇതൊക്കെ പാക്കിങ് ചെയ്യലാണ്. അപ്പോൾ എല്ലാവരും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ഏട്ടൻ പോകുന്നതിൻ്റെ തലേന്നാട്ടോ ഈ പാക്കിങ് നടക്കുന്നത്. അപ്പം എല്ലാവരും കൂടെ വന്ന് അതൊക്കെ പാക്കൊക്കെ ചെയ്ത് സെറ്റാക്കിയിട്ട് അച്ചാറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നെല്ലിക്ക, മീൻ, ഈത്തപ്പഴം, ബിലിമ്പിക്ക ഇതൊക്കെയായിരുന്നു അച്ചാർ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ സെല്ലോ ടോപ്പൊക്കെ വെച്ച് നല്ല സേഫായിട്ട് അടച്ചു കൊടുക്കുന്നുണ്ട്. കാരണം ഇത് ഏട്ടന് ഫസ്റ്റ് കുവൈറ്റിലേക്ക് അല്ല ഫ്ലൈറ്റ്. കാരണം കണ്ണൂരിൽ നിന്ന് ഹൈദരാബാദേക്കും അവിടുന്ന് കുവൈറ്റേക്കാണ്. എറിഞ്ഞു പൊട്ടിപ്പോയില്ല. അപ്പോൾ ഇതാ ഓരോന്നായിട്ട് നമ്മൾ തൂക്കി നോക്കി വെയിറ്റ് 37 കിലോ മാത്രമല്ലേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഓരോന്നും നമ്മൾ തൂക്കി നോക്കി എഴുതി ഒട്ടിച്ച് കറി പൗഡറിൻ്റെ മേലെയൊക്കെ എഴുതി ഒട്ടിക്കുന്നുണ്ട് കേട്ടോ. കാരണം ഏട്ടന് അറിയില്ലല്ലോ എന്നാൽ പൊടിയും ഉലുവയും ഒന്നും തിരിയില്ല. അതുകൊണ്ട് നമ്മളെല്ലാം കൂടെ സേഫാക്കിയിട്ട് അപ്പോൾ ഏട്ടന് പൊതിഞ്ഞു കൊടുക്കാൻ കേട്ടോ. അപ്പം ഞാനിത് എൻ്റെ ഗിഫ്റ്റും കൂടെ വെക്കുന്നുണ്ട്. അങ്ങനെ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് ഗൈസ് ഏട്ടൻ പോവുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ വീഡിയോ. എല്ലാവരും ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.